ഹായ് ഫ്രണ്ട്സ്, ബിയോണ്ട് കിച്ചൻ്റെ മറ്റൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് സോസ് പാസ്തയാണ്. ഈ പാസ്തയുടെ സോസ് എന്ന് പറയുന്നത് ടൊമാറ്റോ ബേസ് ആട്ടോ. അപ്പോൾ ടൊമാറ്റോ നമ്മൾ കുക്ക് ചെയ്ത് അത് വെച്ചിട്ടൊരു സോസ് ഉണ്ടാക്കും. അതിലാണ് പിന്നെ പാസ്ത നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് പോയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ എൻ്റെ ലിറ്റിൽ ഷെഫും കൂടെ ഉണ്ട് കേട്ടോ. ഹായ്, എൻ്റെ പേര് ജുവാൻ. ഇതെൻ്റെ മോളാണ്. തേർഡ് സ്റ്റാൻഡേർഡിലായി ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 6 തക്കാളി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒരു ക്രോസ് സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇവിടെ ക്രോസ് സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ സൈഡിലാവുമ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെ ഇടാം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്രല്ലടാ, കുറച്ചും കൂടി ഇടണം. ഒരു ബിഗ് സ്പൂൺ ഇട്. ഫുൾ കേട്ടോ. ഓക്കെ, തിളപ്പിച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വാവുക്കുട്ടൻ നട്ടോ വീട്ടിൽ വിളിക്കുന്നത്. വാവുക്കുട്ടൻ്റെ ഫേവറേറ്റ് ഡിഷാണ് പാസ്ത. അതും റെഡ് സോസ് പാസ്തയാണ് അവളുടെ ഫേവറേറ്റ്. ക്രീമി അത്ര ഇഷ്ടമല്ല ആൾക്ക്. അപ്പോൾ അത് കാരണം ഇന്ന് പാസ്ത ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാംസ് പാസ്തയാട്ടോ എടുത്തിരിക്കുന്നത്. അതും പെനെ പാസ്തയാണ്. പാസ്ത ഏത് ഷേപ്പിൽ വേണേലും വാങ്ങിച്ചോ, സ്പെഗത്തിയോ ഏതാണേലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പെനെ പാസ്തയാണ്. അപ്പോൾ ഇതൊരു 200 ഗ്രാം ഉണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യണോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പാസ്ത കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ നന്നായിട്ട് ഒത്തിരി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. പാസ്ത ഇങ്ങനെ വെള്ളം കുറച്ചിട്ട് കുക്ക് ചെയ്യേണ്ടതല്ല, നല്ല വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിന് കണക്കൊന്നുമില്ല. ഈ വെള്ളത്തിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് കുറച്ച് മുമ്പിൽ നിൽക്കണം. അതനുസരിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇട്ട് ഉപ്പ് പാകത്ത് കുറച്ചും കൂടെ വേണം. അത്രയും വേണ്ട. അപ്പം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം ഏകദേശം തിളച്ചു തുടങ്ങി. ഞാൻ അതിലേക്ക് 1 സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുത്തേ. അതെന്താണെന്ന് വെച്ചാൽ പാസ്ത ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 200 ഗ്രാം പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുക്കാവേ വരട്ടെ. ഒരു പാസ്ത കുക്ക് ചെയ്യാൻ എങ്ങനെയായാലും ഒരു 10-20 മിനിറ്റ് എടുക്കും. കുറച്ച് സോഫ്റ്റ് ആവണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ടൊമാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് കണ്ടല്ലേ, അതിൻ്റെ സ്കിന്നൊക്കെ പീലായി തുടങ്ങി. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ ഒന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പാസ്ത ഇട്ട് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ, നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. ചിലപ്പോൾ അത് അടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കട്ടാവുന്നുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് കട്ടാവുന്നുണ്ടെങ്കിൽ അത് ഇതാവും, സോഫ്റ്റായി. അപ്പൊ നമുക്കിനി ഒന്ന് സ്ട്രെയിൻ ചെയ്യാം. അപ്പൊ പാസ്തയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ബ്രോക്കലി, ഗാർലിക്, പാഴ്സ്ലി, ഒറിഗാനോ, ഉപ്പ്, സോൾട്ട്. അപ്പോൾ ഞാനിവിടെ ഈ 2 വെജിറ്റബിൾ ആട്ടോ എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ക്യാപ്സിക്കമോ പിന്നെ മഷ്റൂംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. മോൾക്ക് അതൊന്നും ഇഷ്ടമില്ല. അവൾക്ക് ഫേവറേറ്റ് വെജ് ക്യാരറ്റും ബ്രോക്കലിയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് 2 യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഗാർലിക് ഇത് ഞാൻ സോസിനും പിന്നെ നമ്മൾ വെജിറ്റബിൾസ് സോർട്ട് ചെയ്യുമ്പോൾ അപ്പോഴും വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു 7-8 ഗാർലിക് ഉണ്ട്. അത് ഞാൻ ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ അതുപോലെ ഈ ഹെർബ്സ്, ഇറ്റാലിയൻ ഹെർബ്സ് ആണ് ഒറിഗാനോയും പാഴ്സ്ലിയും. പിന്നെ അതുകൂടാതെ ബേസിലും വേണം. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല ബേസിൽ, അതുകൊണ്ട് ഞാൻ ചേർക്കാത്ത. അതെന്തായാലും വേണം കേട്ടോ. അതുള്ളപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യണം. നമ്മുടെ ടൊമാറ്റോയുടെ ചൂടൊക്കെ ഒന്ന് അറിയിട്ടുണ്ട്. നമുക്കിൻ്റെ സ്കിന്ന് പീൽ ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, അത് ആ സ്ലിറ്റ് ചെയ്തിട്ട കാരണം പെട്ടെന്ന് അത് പീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം മിക്സിയിൽ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ, ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആവരുത്. ടൊമാറ്റോ പാസ്തയുടെ സോസ് കുറച്ച് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് കുക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. പാസ്ത സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാസ്ത ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒലിവ് ഓയിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ, എന്നാൽ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഒലിവ് ഓയിൽ, അത്രേ ഉള്ളൂ, ഒത്തിരി ഞാൻ ആഡ് ചെയ്യുന്നില്ല. അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യും. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പകുതി ഞാനിപ്പോൾ സോസ് ഉണ്ടാക്കാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1.5 ടീസ്പൂൺ പാഴ്സ്ലി ആൻഡ് അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ഒറിഗാനോ, ഇത് മൂന്നും കൂടി നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ബേസിലുണ്ടെങ്കിൽ, ഡ്രൈഡ് ആണെങ്കിലും ഫ്രഷ് ആണെങ്കിലും കുഴപ്പമില്ല, അതുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്ത കാരണം ഞാനത് ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പാസ്ത സോസ് എന്തായെന്ന് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഓൾറെഡി നമ്മൾ ടൊമാറ്റോ കുക്ക് ചെയ്തതാണ്. പിന്നെ നമ്മൾ ഹെർബ്സൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കുറച്ച് നമ്മുടെ ടൊമാറ്റോയിലേക്ക് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇനി കുക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടി ഒന്ന് നന്നായി കുക്കായി കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. അതൊക്കെ തക്കാളിയുടെ ആ പുളി ഒന്ന് ഇത്തിരി കുറയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പും കുറവുണ്ട്, അതും ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പാസ്ത സോസ് ഏകദേശമൊക്കെ റെഡി ആയിട്ടോ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വെജിറ്റബിൾസ് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാം. ബ്ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം നന്നായിട്ട് തിളച്ചില്ലേ, ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ആൻഡ് ബ്രോക്കലി. ഇത് ബ്ലാൻഡ് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ഒന്ന് വാടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ പെട്ടെന്ന് എണ്ണയിലിട്ട് പിന്നെ അധികം കുക്ക് ചെയ്യണ്ട. അപ്പോൾ ഈ കളറും എല്ലാം നല്ലപോലെ അവിടെ റീറ്റെയിൻ ആവും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ബ്ലാൻഡ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് ഈ ബ്ലാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്തയും ആ ഒലിവ് ഓയിലൊന്നും ഇതാവട്ടെ. പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് ഞാനിപ്പോൾ പാസ്തയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അത് വെജിറ്റബിളിലും പാസ്തയിലൊക്കെ നന്നായിട്ട് കോട്ടാവണം. അധികം കുക്ക് ചെയ്യേണ്ട ടൈമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് എല്ലായിടത്തൊന്നും ആയി ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് സോട്ടേ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് പാസ്ത റെഡിയാവും. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആ പാസ്തയുടെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്യാം. ചീസ് ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. യമ്മിയാണോ? ഇഷ്ടമായോ? അപ്പോൾ എല്ലാവർക്കും പാസ്ത റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.